ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ രാവിലെ തന്നെ ഒരാൾ എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. ആൾ നല്ല ഹാപ്പിയാണ്. ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയി നോക്കാം കേട്ടോ. ഇതാ ഇവിടെയൊക്കെ അലങ്കോലായിട്ട് കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയൊന്നും വേണ്ട. രാവിലെ ഇവിടെ തകർത്ത് പിടിച്ച് പാചകം നടക്കാൻ കേട്ടോ. അതിൻ്റെയാണ് ആ രീതിയിലൊക്കെ കിടക്കുന്നത്. അമ്മ എല്ലായിടും ഒതുക്കിയൊക്കെ വരുന്നേ ഉള്ളൂ. ഇതാ ഇഡ്ഡലിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ ആ കുക്കറിനകത്ത്. അങ്ങനെ ഇത് അതൊക്കെ എല്ലാം അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. ആരൊക്കെയുള്ളത്? ആരാ? മലപ്പുറത്ത് പോയിട്ട് ഇന്നാട്ടോ അവരെല്ലാവരും വന്നത്. വെളുപ്പാങ്കാലമായി വന്നപ്പോഴത്തേക്ക് വന്ന ഉടനെ പിന്നെ ചിറ്റ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും മമ്മിയൊക്കെ വന്നപ്പോഴേ കുളിച്ചിട്ടൊക്കെ ആട്ടോ പിന്നെ കിടന്നത്. അതുകൊണ്ട് കുഞ്ഞിനെ എടുക്കുന്നതിന് മുന്നേ ഞാൻ കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടാട്ടോ കുഞ്ഞിനെ എടുത്തത്. പിന്നെ ഞാൻ മോളെ ഇതാ ചിറ്റടയിൽ ഏൽപ്പിച്ചിട്ട് ഞാനൊരു സ്മൂത്തി അടിക്കാൻ പോയി. കുഞ്ഞിന് സ്മൂത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. രാവിലെ തുടങ്ങിയ ചെവി പരിശോധന. ഋതുപ്പുന്ന ഈ മോൻ അത് കഴിക്കാൻ പാടില്ലടാ. വേണോ? ഇപ്പൊ ആള് നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളിങ്ങനെ കയ്യെത്തി പിടിക്കാനൊക്കെ നോക്കും കേട്ടോ. വായൊക്കെ ഇങ്ങനെ തുറക്കുകയൊക്കെ ചെയ്യും. അത് കാണുമ്പോൾ നമുക്കൊരു പാവം തോന്നും. എന്നാൽ കൂടി 6 മന്ത് കംപ്ലീറ്റ് ആകാതെ ഒന്നും കൊടുക്കണ്ടെന്ന് തന്നെയാണ് മനസ്സിൽ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി സോളിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഇന്ന് വരെ ഞാൻ ഫോർമുല മിൽക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 3 ദിവസം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത്, ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് പാല് കുറവായിരുന്നു. അപ്പോഴത്തേക്ക് മോൾക്ക് ഫോർമുല മിൽക്ക് ആയിരുന്നു കേട്ടോ അവിടെ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുന്നേ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഇതായി ഈ 6 മാസം വരെയും മോൾക്ക് അത് തന്നെ ആയിട്ട് കൊടുത്തിരുന്നത്. വേറെ ഒന്നും കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ദൈവം സഹായിച്ച് അവൾക്ക് കുടിക്കാത്ത പാടേ ഉള്ളൂ. ആവശ്യത്തിലുപരി പാലുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവൾക്ക് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇതാ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ കാര്യങ്ങളൊക്കെ പറയുന്നത് ചിറ്റയ്ക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് പോയി കിടന്നേ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആള് പിന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നതാ. നമ്മുടെ ഇവിടുത്തെ അംഗൻവാടി ഒരു കുന്തവും ഇല്ല. നമ്മുടെ ഇവിടെയൊക്കെ എന്താ കിട്ടുന്നത്? എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പം തൊട്ടേ 250 മറ്റേ ചെറുപയറും പിന്നെ 1 കിലോ ശർക്കരയും മാത്രമായിരുന്നു. പിന്നെ എന്താ പച്ച ഗോതമ്പ് കിട്ടുമായിരുന്നു. ഇതല്ലാതെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഡെലിവറിക്ക് മുന്നേ ഉള്ളത് തന്നെയാണ് ഈ ഡെലിവറിക്ക് ശേഷം ഈ 6 മാസമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. അവിടെയാണെങ്കിൽ കുഞ്ഞയ്ക്ക് കിട്ടിയതാട്ടോ. എനിക്കിതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തന്നു വിട്ടയാണ് അവിടെ കുഞ്ഞയ്ക്ക് കിട്ടിയത്. കുഞ്ഞിന് പാല് കൊടുക്കുകയല്ലേ എന്നും പറഞ്ഞ് തന്നു വിട്ടയാട്ടോ. അവിടെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടുന്നത് തന്നെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പ്രഗ്നൻസി സമയത്തും അതായത് ഡെലിവറിക്ക് ശേഷം എന്തൊക്കെയാണ് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. അങ്ങനെ ഇതാ ഇത് ഇവിടെ ഭയങ്കര പണക്കത്തിലാണ് കേട്ടോ. എന്താണോ എന്തോ കെറിയിച്ചിരിക്കുകയാണ്, ചിരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും മീൻ തോരനും ഒക്കെ ഉണ്ടായിരുന്നു, മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോഴത്തേക്ക് ഇത് അമ്മയാണെങ്കിൽ തുണി കഴുകി കൊണ്ടുവന്ന് വെളിയിൽ ഇടുന്നുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ വയ്യാതൊക്കെ ഇരിക്കുകയായിരുന്നു. എനിക്കല്ല, ഇവിടെ കുഞ്ഞിനും ഒക്കെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തുണി കഴുകാനൊന്നും സമയം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എന്താ ഉണ്ടായിരുന്ന തുണിയെല്ലാം പിന്നെ ഇതാ അമ്മ കൊണ്ടുവന്ന് കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ നമുക്കിടെ അമ്മമാർ നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യത്തില്ല അല്ലേ. എനിക്ക് ഇത്രയും നാളിനിടയ്ക്ക് എനിക്ക് മനസ്സിലായ കാര്യം അതാണ് കേട്ടോ. നമ്മളെയൊക്കെ എന്തൊക്കെ നമ്മൾ കിടന്ന് അലച്ചാലും ബഹളം വെച്ചാലും ശരിയാണ്, നമ്മുടെ അമ്മമാർ നമുക്ക് ചെയ്തു തരുന്ന പോലെ വേറെ ഒരു മനുഷ്യരും നമുക്ക് ചെയ്തു തരില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഋതുവും കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് മമ്മി ചായയൊക്കെ കൊണ്ടുവന്നേ. അയ്യോ ഇപ്പൊ ഋതുവിന്റെ സ്ഥിരം പരിപാടി ഇതാണ് കേട്ടോ. ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ മുട്ടുകാലെ കുത്തി ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോന്നങ്ങ് വീഴും. മുട്ടുകാല എഴയാനുള്ളതൊക്കെ ആരംഭമാണെന്ന് തോന്നുന്നു. ആള് ഇങ്ങനെ പതിയെ ഇങ്ങനെ നിന്ന് ആടുകയൊക്കെ ചെയ്യും കേട്ടോ കൈ കുത്തിയിട്ട്. അവളുടെ ഓരോ മാറ്റങ്ങളും കാണുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷമല്ലേ. അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയ്യോ നമ്മുടെ കുട്ടി ഇത്രയും വലുതായോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ. ഇനി അവൾ പതിയെ പതിയെ ഇങ്ങനെ മുട്ടുകാലൊക്കെ എഴുതുന്നത്
കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ. ഇതാ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ അമ്മയൊക്കെ പോകാനൊക്കെ ഒരുങ്ങാണ്. എല്ലാവരും വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇതാ ചിറ്റ വന്നപ്പോഴത്തേക്ക് മോൾക്ക് വീട്ടിലിടാനെന്നും പറഞ്ഞിട്ട് കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങളിപ്പോൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് വാഷ് ചെയ്യണം, അതിനുശേഷം ഇട്ട് കൊടുക്കണം അവൾക്ക്. ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഇടാൻ പറ്റും കേട്ടോ. 4-5 ജോഡി ഉണ്ടായിരുന്നു കേട്ടോ. കോട്ടൺ മെറ്റീരിയലും ആണ്. എന്തായാലും കോൾ അടിച്ചിരിക്കുകയാണ് കള്ളിപ്പെണ്ണിന് ഇവിടെ. ചിറ്റ എപ്പോൾ വന്നാലും ഋതുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. അവളാണെങ്കിൽ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാലേ മുറുക്കനെ പിടിക്കാൻ ആർക്കും കൊടുക്കത്തുമില്ല. അങ്ങനെ ഇതാ എല്ലാവരും പോകാനൊക്കെ ഇറങ്ങി. അമ്മച്ചമ്മ പോകുന്നില്ല കേട്ടോ. അമ്മച്ചമ്മ ഞങ്ങൾ പോകുമ്പോഴേ പോകുന്നുള്ളൂ. അതായത് അമ്മച്ചമ്മ കൊണ്ടുപോകണമെങ്കിൽ ഓട്ടോ വിളിച്ചേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോഴാകുമ്പോൾ കാറിലങ്ങ് പോകാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ടാറ്റ പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഋതു ആണെങ്കിൽ ചാടി ചാടി മമ്മിയുടെ കയ്യിലോട്ട് വീഴുകയായിരുന്നു കേട്ടോ. മമ്മി അങ്ങോട്ട് പോവും, പിന്നെയും അവളിങ്ങനെ അങ്ങോട്ട് ചാടി ചാടി അങ്ങ് നാക്കി അങ്ങ് വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നേ. അങ്ങനെ എല്ലാവരും രാവിലെ വന്നതാ വൈകുന്നേരം ആയപ്പം പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും see you.